നമസ്കാരം. വി ആർ ഫാർമാഗേറ്റ് മലയാളം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഡെങ്കിപ്പനിയെ പറ്റിയാണ്. 3 ദിവസമായി പനി. രാത്രിയാകുമ്പോൾ പനി കൂടുന്നു. ശരീരവേദന, തലവേദന, അമിത ക്ഷീണം. സാധാരണ വൈറൽ ഫീവർ ആയിരിക്കുമെന്ന് കരുതി പലരും വീട്ടിൽ തന്നെ കഴിയാറുണ്ട്. പക്ഷേ എല്ലാ പനിയും സാധാരണമല്ല. ചിലപ്പോൾ അതിന് പിന്നിൽ ഡെങ്കിപ്പനി പോലുള്ള രോഗങ്ങൾ ഉണ്ടാകാം. അപ്പോൾ ഡെങ്കിപ്പനിയുടെ ആദ്യ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? സാധാരണ പനിയുമായി എന്താണ് വ്യത്യാസം? എന്തൊക്കെ ലക്ഷണങ്ങൾ അപകട സൂചനകൾ ആണ്? ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വിശദമായി മനസ്സിലാക്കാം. ആദ്യമായി ഡെങ്കിപ്പനി എന്താണ് എന്ന് നോക്കാം. ഡെങ്കി വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി എന്ന് സിമ്പിളായിട്ട് പറയാം. ഡെങ്കി വൈറസ് ബാധിച്ച പെൺ എയ്ഡസ് കൊതുക് കടിക്കുന്നതിലൂടെയാണ് ഈ രോഗം പകരുന്നത്. ഇത് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് നേരിട്ട് പകരുന്ന രോഗമല്ല. പകൽ സമയത്തും ഈ കൊതുക് കടിക്കാൻ സാധ്യതയുള്ളതിനാൽ കൊതുക് നിയന്ത്രണം വളരെ പ്രധാനമാണ്. ഡെങ്കിപ്പനിയുടെ ആദ്യ ലക്ഷണങ്ങൾ. ഡെങ്കിപ്പനിയുടെ ഏറ്റവും സാധാരണ ലക്ഷണം പെട്ടെന്ന് ആരംഭിക്കുന്ന ഉയർന്ന പനിയാണ്. അതോടൊപ്പം കടുത്ത തലവേദന, കണ്ണിന് പിന്നിൽ വേദന, ശരീരവേദന, സന്ധിവേദന, പേശിവേദന, ഓക്കാനം അല്ലെങ്കിൽ ഛർദി, അമിത ക്ഷീണം, ചിലരിൽ ചർമ്മത്തിൽ ചുവന്ന പാടുകൾ എന്നിവയും ഉണ്ടാകാം. ചില രോഗികളിൽ വൈകുന്നേരങ്ങളിലും രാത്രിയിലും പനി കൂടുതൽ ശക്തമായി അനുഭവപ്പെടാം. എന്നാൽ എല്ലാ രോഗികളിലും എല്ലാ ലക്ഷണങ്ങളും ഉണ്ടാകണമെന്നില്ല. സാധാരണ പനിയുമായി വ്യത്യാസം. സാധാരണ വൈറൽ പനിയിൽ ചെറിയ ശരീരവേദനയും ക്ഷീണവും ഉണ്ടാകാം. പക്ഷേ ഡെങ്കിപ്പനിയിൽ ശരീരവേദനയും സന്ധിവേദനയും കൂടുതൽ ശക്തമായിരിക്കും. കണ്ണിന് പിന്നിൽ വേദനയും ചിലരിൽ അനുഭവപ്പെടാം. എന്നാൽ ഈ ലക്ഷണങ്ങൾ മാത്രം നോക്കി ഡെങ്കിപ്പനി ഉറപ്പിക്കാൻ സാധിക്കില്ല. ആവശ്യമെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം രക്തപരിശോധനകൾ ആവശ്യമായി വരാം. ഇനി പറയുന്ന ലക്ഷണങ്ങൾ ഒരിക്കലും അവഗണിക്കരുത്. ചില ലക്ഷണങ്ങൾ അപകട സൂചനകളായിരിക്കാം. ഉദാഹരണത്തിന് കടുത്ത വയറുവേദന, തുടർച്ചയായ ഛർദി, മൂക്കിൽ നിന്നോ മോണയിൽ നിന്നോ രക്തസ്രാവം, കറുത്ത നിറത്തിലുള്ള മലം, ശ്വാസതടസ്സം, അമിത ക്ഷീണം, ബോധക്ഷയം. ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടായാൽ ഉടൻ വൈദ്യസഹായം തേടേണ്ടതാണ്. വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ. ഡെങ്കിപ്പനിയിൽ ശരീരത്തിൽ ജലാംശം നിലനിർത്തുന്നത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം കുടിക്കുക. ORS പോലുള്ള ദ്രാവകങ്ങൾ ഉപയോഗിക്കാം. ആവശ്യത്തിന് വിശ്രമിക്കുക. ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക. ഇനി മരുന്നുകളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. പനി കുറയ്ക്കാൻ സാധാരണയായി പാരസെറ്റമോൾ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഐബുപ്രൂഫൻ, ആസ്പിരിൻ പോലുള്ള മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഉപയോഗിക്കരുത്. കാരണം ചില സാഹചര്യങ്ങളിൽ ഇവ രക്തസ്രാവ സാധ്യത വർദ്ധിപ്പിച്ചേക്കാം. അതുപോലെ ഡോക്സിസൈക്ലിൻ പോലുള്ള ആൻറ്റിബയോട്ടിക്കുകൾ ഡെങ്കിപ്പനിക്കുള്ള പതിവ് ചികിത്സയല്ല. അതിനാൽ സ്വയം ചികിത്സ ചെയ്യുന്നതിന് പകരം ആവശ്യമുള്ളതുപോലെ ഡോക്ടറുടെ ഉപദേശം തേടുന്നതാണ് ഏറ്റവും സുരക്ഷിതം. ഡെങ്കിപ്പനി തടയാൻ എന്തൊക്കെ ചെയ്യാം? ഡെങ്കിപ്പനി തടയാനുള്ള ഏറ്റവും നല്ല മാർഗം കൊതുകുകളുടെ പ്രജനനം തടയുക എന്നതാണ്. അതിന് വീടിനും പരിസരത്തും വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കുക. വെള്ളം സൂക്ഷിക്കുന്ന പാത്രങ്ങൾ മൂടി സൂക്ഷിക്കുക. കൊതുക് കടിയേൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. അവസാനമായി, പനി വന്നാൽ എല്ലാ സമയത്തും അത് ഡെങ്കിപ്പനി ആകണമെന്നില്ല. പക്ഷേ ചില മുന്നറിയിപ്പ് ലക്ഷണങ്ങൾ അവഗണിക്കുന്നത് അപകടകരമായേക്കാം. അതിനാൽ സ്വയം രോഗനിർണയം നടത്തുന്നതിനോ സ്വയം മരുന്ന് കഴിക്കുന്നതിനോ പകരം ആവശ്യമായ വൈദ്യോപദേശം തേടുക. ഈ വീഡിയോ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് മാത്രമുള്ളതാണ്. ഇതൊരു മെഡിക്കൽ നിർദ്ദേശത്തിനോ രോഗനിർണയത്തിനോ ചികിത്സയ്ക്കോ പകരമല്ല. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ യോഗ്യതയുള്ള ആരോഗ്യ വിദഗ്ധരുടെ ഉപദേശം തേടുക.
നമ്മുടെ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി.